ഈ വീഡിയോയിൽ കുറേ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങൾ നമ്മൾ ആദ്യമേ നോക്കാം. അതിൽ ചൈനയിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ മീറ്റിംഗ് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് അജിത് ഡോവൽ, അതേപോലെ തന്നെ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഇവരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബന്ധം കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിലൊരു പരിധിവരെ നമുക്ക് ഇത്തവണത്തെ മീറ്റിംഗ് വിജയകരമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ NSA നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ ചൈനയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഹാൻ ഷെങ്ങുമായിട്ട് ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് നിർണായകമായിട്ടുള്ള ഈ സെക്യൂരിറ്റി മേഖലയിൽ ബോർഡർ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ ലഡാക്ക് മേഖലയിലൊക്കെ ഇരിക്കുന്ന പ്രശ്നങ്ങളുമായിട്ടൊക്കെ ചെറിയ രീതിയിലുള്ള ഡിസ്കഷൻസ് അതിനകത്ത് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിലുപരിയായിട്ട് ഏറ്റവും കൂടുതൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ചൈനയുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഡെലിഗേറ്റ്സിൻ്റെ അടുത്തൊന്നും ആ രീതിയിലൊരു സ്പെഷ്യൽ മീറ്റിംഗ് ഒന്നും നടത്തിയില്ല. അല്ലാതെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓഫ് ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മടങ്ങുകയാണ് ചെയ്തത്. രാജ്നാഥ് സിംഗ് ഈ SCO മീറ്റിംഗിൽ സംസാരിച്ചപ്പോഴത്തേക്കും പ്രത്യേകിച്ച് കൗണ്ടർ ടെററിസത്തിനെതിരെയുള്ള ഒരു സ്പീച്ചാണ് കൊടുത്തത്. ഇന്ത്യയുമായിട്ട് ചൈന ഒരു ഡിപ്ലോമാറ്റിക്കൽ ടൈ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്തതുപോലെ ഒരു തോന്നൽ, ഒരു പ്രതീതി വരുത്തിയിട്ടുണ്ട്. അതിന്റെ കാരണം വേറെ ഒന്നുമില്ല, പാകിസ്ഥാന്റെ അസീം മുനീറിന്റെ ഇപ്പോഴത്തെ നിലപാട്. പാകിസ്ഥാന്റെ അസീം മുനീർ ട്രംപിന് നൊബേൽ പ്രൈസ് വരെ കൊടുക്കാനുള്ള ആ ഒരു അർഹതയുണ്ട് എന്നുള്ള നിലയിൽ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് ട്രംപിന്റെ കൂടെ ഇരുന്ന് ഒരു ഉച്ചയൂണ് കഴിച്ചതിന്റെ ആ ഒരു പ്രതിഫലനമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ച് നൊബേൽ പ്രൈസിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ ട്രംപിനെ സജസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. കാര്യങ്ങൾ കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. കാരണം തീവ്രവാദികൾ തന്നെ റെഫർ ചെയ്യണം ട്രംപിന് നൊബേൽ പ്രൈസിന് വേണ്ടിയിട്ട്. അപ്പം എന്തായാലും അത് വേറൊരു സബ്ജക്റ്റാണ്. എനിവേ, നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് പോവാം. ജമ്മു കാശ്മീരിലെ പൂഞ്ച് മേഖലയിൽ ഇന്ത്യൻ ആർമി സെർച്ച് ഓപ്പറേഷൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ സെർച്ച് ഓപ്പറേഷൻ തുടങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ അസ്വാഭാവികമായിട്ടുള്ള ചില മൂവ്മെന്റ്സ് അവിടെ നടന്നതായിട്ട് ആർമിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഭാഗത്ത് സെർച്ച് തുടരുന്നത്. കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക്കൽ മേഖലയാണ്, തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയാണ്. കാരണം ഇന്ത്യയുടെ ഉള്ളിലേക്ക് പാകിസ്ഥാന്റെ ആ ഒരു ബോർഡർ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയപ്പെടുന്ന ആ ഒരു മേഖല വളഞ്ഞു കയറി ഇന്ത്യയുടെ അകത്തോട്ട് കിടക്കുന്ന ആ ഒരു പൂഞ്ച് ഏരിയ ഇന്ത്യക്കുള്ളിൽ കയറി കിടക്കുന്നതാണ് പാകിസ്ഥാന്റെ മേഖല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ എപ്പോഴും തന്നെ നുഴഞ്ഞുകയറ്റക്കാരുടെ തിക്കും തിരക്കുമാണെന്നാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അവിടെ ഏതെങ്കിലും രീതിയിലുള്ള നുഴഞ്ഞുകയറ്റം നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു അസംഷന്റെ പേരിലാണ് ഈ തെരച്ചിൽ അവിടെ തുടരുന്നത്. അത് ആർമി പറഞ്ഞിരിക്കുന്നത് സസ്പീഷ്യസ് മൂവ്മെന്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടാവും. ഇറാനിൽ നിന്നും ഖത്തറിലേക്ക് അയക്കപ്പെട്ട മിസൈലുകളിൽ ഭൂരിഭാഗം എല്ലാ മിസൈലുകളും തന്നെ ഖത്തർ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എക്സെപ്റ്റ് 1, ഒരേ ഒരു മിസൈൽ മാത്രമാണ് പതിച്ചിട്ടുള്ളത്. ആ ഒരു വാർത്തയും കൂടി വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇയാളെ ഒരു കോമഡി കഥാപാത്രമായിട്ടാണ് കാണുന്നത്. വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമൊന്നും അല്ല ഈ വ്യക്തി. ഇയാൾക്ക് അത്ര സീരിയസ്നെസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ബിലാവൽ ഭൂട്ടോ, ഈ ബിലാവൽ ഭൂട്ടോ, അമുൽ ബേബി എന്താണ് പറയുന്നത് പറഞ്ഞാൽ ഇന്ത്യയുമായിട്ട് ഒരു യുദ്ധം തന്നെ ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ്? ഈ ഇൻഡസ് വാലിയിലെ വെള്ളം പാകിസ്ഥാന് വിട്ടുകൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു യുദ്ധത്തിന് സാധ്യതയുണ്ട് എന്നാണ് ബിലാവൽ ഭൂട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത്. പണ്ട് ഇതേ വ്യക്തി തന്നെയാണ് ഭീഷണി മുഴക്കിയത്. അതായത് നമ്മൾ ഹൽഗാം അറ്റാക്ക് നടന്നതിന്റെ പിറ്റേ ദിവസം നമ്മൾ ഈ വാട്ടർ ട്രീറ്റി നമ്മൾ റിവോക്ക് ചെയ്തു എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഭീഷണി മെസ്സേജ് ഉയർത്തിയത് ഇതേ വ്യക്തിയാണ്. ആ വ്യക്തി തന്നെയാണ് വീണ്ടും വാർ മോങ്കറിംഗ് സ്റ്റേറ്റ്മെന്റുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഇനി ഒരു യുദ്ധം നടക്കുമ്പോഴത്തേക്കും ഈ ലെവന്റെ തലയിൽ തന്നെ ഒരെണ്ണം ഇട്ട് കൊടുക്കണം. അതാണ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു വിഷയം. ഇന്ത്യൻ ആർമിയുടെ ടാർഗറ്റ് ലിസ്റ്റിൽ ഇവനെ ചേർക്കണമെന്നേ, എന്നാലേ ഇവനൊക്കെ മിണ്ടാതൊരു സ്ഥലത്ത് അടങ്ങിയിരിക്കുള്ളൂ. ഇന്ത്യയുടെ വാണ്ടഡ് ലിസ്റ്റിൽ താങ്കളുടെ പേരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊന്നും വരില്ല. അതാണ് ഇന്ത്യ ചെയ്യേണ്ടത്. അമേരിക്കയ്ക്ക് ട്രംപിന് പാകിസ്ഥാനുമായിട്ട് ചെറിയൊരു ചായവുണ്ട്. അപ്പൊ അതായത് പാവപ്പെട്ട രാജ്യങ്ങളെയൊക്കെ പിടിച്ച്, പൈസ ഇല്ലാത്തവനെയൊക്കെ പിടിച്ച്, തീവ്രവാദികളെയൊക്കെ പിടിച്ച് ഇങ്ങനെ കൺവിൻസ് ചെയ്ത് വൈറ്റ് ഹൗസിൽ വെച്ചിട്ട് ഒരു ഊണൊക്കെ കൊടുത്ത് സോപ്പിട്ട് എങ്ങനെയെങ്കിലും നൊബേൽ പ്രൈസിന് വേണ്ടി എന്നെ നോമിനേറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ വേറെ ഏതൊക്കെ രാജ്യങ്ങളിലുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി ഇതേ പരിപാടി ട്രംപ് റിപ്പീറ്റ് ചെയ്യാനിരിക്കുന്നുള്ളത് എനിക്ക് കണ്ടറിയണം. ഇന്ത്യ കഴിഞ്ഞ വർഷം ഒരു ഷിപ്പ് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഷിപ്പ് പാകിസ്ഥാനിലേക്ക് പോകുന്ന ഷിപ്പായിരുന്നു. ഡ്യൂവൽ യൂസേജ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കടത്തിക്കൊണ്ട് പോകുന്നതിനിടയിലാണ് ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡ് ഈ ഷിപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നത്. അങ്ങനെ ക്യാപ്ചർ ചെയ്ത് പരിശോധിച്ചപ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പാകിസ്ഥാനിൽ മിസൈൽ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് കുറേ സ്പെയർ പാർട്സുകൾ ഷിപ്പിലൂടെ കടത്തുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റി.
അങ്ങനെ ആ ഷിപ്പിനെ സീസ് ചെയ്തു. ഇന്റർനാഷണൽ കമ്മിറ്റിക്ക് അപ്പോഴേ തന്നെ നമ്മൾ അറിയിക്കുകയും ചെയ്ത് അവർ വന്നു, കണ്ടു, വെരിഫൈ ചെയ്ത് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി മനസ്സിലാക്കി. ആ റിപ്പോർട്ട് ഇന്ത്യ FATF സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെതിരെ ശക്തമായ നടപടി എടുക്കുമെന്ന് FATFന്റെ സൈഡിൽ നിന്നും പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു സക്സസ്ഫുൾ അറ്റൈൻമെന്റ് തന്നെയാണ് ഇന്ത്യയുടെ. എന്തായാലും FATF പെഹൽഗാം ഇതേപോലെ സക്സസ്ഫുള്ളി നമ്മൾ കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് പാകിസ്ഥാനെ FATFനുള്ളിൽ വരിഞ്ഞു മുറുക്കാൻ സാധിക്കും. അമേരിക്ക ഏത് രീതിയിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് നിന്നാലും FATF ആണല്ലോ ഈ ലോണിനൊക്കെ അപ്രൂവൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനായാലും ശരി, അതേപോലെ വേൾഡ് ബാങ്കിൽ നിന്നും ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാന് എക്കണോമിക്കലി തന്നെ അവരെ വീർപ്പ് മുട്ടിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അമേരിക്ക വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര പൈസ വേണേലും വാരിക്കോരി കൊടുക്കാം. എനിവേ അത് വേറൊരു കാര്യം. പക്ഷെ എന്തായാലും നമ്മൾ പോളിസിയൊക്കെ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ FATF പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇന്ത്യക്കുള്ളിൽ യൂണിഫൈഡ് ഡ്രോൺ കമാൻഡിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒറ്റ യൂണിഫൈഡ് കമാൻഡിംഗ് സിസ്റ്റം. ഇന്ത്യക്കുള്ളിൽ നമ്മൾ ആർമിയുടെ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രോണുകളെല്ലാം തന്നെ സിംഗിൾ കമാൻഡ് യൂണിറ്റിൽ ബന്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈസി യൂസേജ്, യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എയർ സ്പേസ് ഉപയോഗിക്കില്ലായിരുന്നു. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം പഹൽഗാം ആക്രമണം നടന്നതിനെ തുടർന്ന് രണ്ട് രാജ്യങ്ങളുടെയും എയർ സ്പേസ് അടച്ചിരുന്നു. അതായത് ഇന്ത്യയുടെ എയർ സ്പേസ് പാകിസ്ഥാൻ ഉപയോഗിക്കാറില്ല, പാകിസ്ഥാന്റെ എയർ സ്പേസ് ഇന്ത്യ ഉപയോഗിക്കാറില്ല. ആ ഒരു നിയന്ത്രണം നെക്സ്റ്റ് മന്ത് ജൂലൈ 25 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും എയർ സ്പേസ് ഇതേ ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും അടുത്ത മാസം 25 വരെ. അതുപോലെ ഈ OICയുടെ മീറ്റിംഗ് തുർക്കിയിൽ നടന്നായിരുന്നു. അതിൽ ഇറാനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. പക്ഷെ അതിലൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വിഷയം തുർക്കിയും പാകിസ്ഥാനും കൂടെ ചേർന്ന് ഇന്ത്യക്കെതിരെ നടപ്പിലാക്കിയിട്ടുണ്ട്. അതായത് ഇന്ത്യക്കുള്ളിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെ ഇവിടെ ഇന്ത്യയിൽ ഉപദ്രവിക്കപ്പെടുന്നു. ഇന്ത്യയെക്കുറിച്ച് OICയിൽ സ്ഥിരമായിട്ട് പാസ്സാക്കുന്ന ഒരു റെസൊല്യൂഷനാണ് ഇന്ത്യക്കുള്ളിലുള്ള മൈനോറിറ്റീസ് ആയിട്ടുള്ള മുസ്ലിംസിനെ ഇന്ത്യക്കുള്ളിൽ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും നിങ്ങൾ OICയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-25 റെസൊല്യൂഷൻ ഇന്ത്യക്കെതിരെ ഇതുമാതിരിപ്പെട്ട രീതിയിൽ കാണാൻ കഴിയുന്നതാണ്. പക്ഷേ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ മുസ്ലിം രാജ്യവുമായിട്ടും ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട്. അത് വേറെ കാര്യം. പല രീതിയിലുള്ള ട്രേഡ്, ബയലേറ്ററൽ ട്രേഡ്, ഫ്രീ ട്രേഡ് ഉൾപ്പെടെയുള്ള പല എഗ്രിമെന്റും ഇന്ത്യയുമായിട്ടുള്ളതാണ്. ഇന്ത്യയുമായിട്ട് അവർക്കും പല രീതിയിലുള്ള വ്യാപാര ബന്ധങ്ങൾ ഉണ്ട്. ആ നിലയിൽ തന്നെ മെയിനായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ OIC രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ റെസൊല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെ അതായത് അവർക്ക് വേറെ ഒരു പണിയില്ല. അപ്പോൾ അവരുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് അവർ ഇന്ത്യക്കെതിരെ എപ്പോഴും ഇങ്ങനെ മൈനോറിറ്റി ക്രൈസിസ് എന്നുള്ള പേരിൽ എപ്പോഴും റെസൊല്യൂഷൻ ഉണ്ടാക്കി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത്തവണ പാകിസ്ഥാൻ തുർക്കിയും കൂടെ ചേർന്ന് ക്രൂക്കഡ് മൈൻഡായിട്ട് ഇന്ത്യക്കെതിരെ ഇങ്ങനെ മൈനോറിറ്റി ക്രൈസിസ്, അതായത് ഇന്ത്യയിലെ മുസ്ലിമുകൾ ഉപദ്രവിക്കപ്പെടുന്നു എന്നുള്ള നിലയിൽ ഒരു റെസൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് അത് ഒപ്പിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പിറ്റേ ദിവസം ഇന്ത്യ അതിനെ സ്ട്രോങ് ആയിട്ട് റീബക്ക് ചെയ്തിട്ടുണ്ട്, അതിനെ കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു തെളിവുമില്ലാണ്ട്, റെഡിക്കുലസ് ആയിട്ട്, ഒരു ഉത്തരവാദിത്ത ബോധമില്ലാണ്ട് എത്രയോ രാജ്യങ്ങളിൽ, ഇപ്പൊ ചൈനയിലൊക്കെ ഉയ്ഹുർ മുസ്ലിംസ് ഒക്കെ അവിടെയൊക്കെ നല്ല രീതിയിൽ പീഡനമുണ്ട്. ഏത് രീതിയിലുള്ള പീഡനമാണ് ഇന്ത്യക്കുള്ളിലുള്ളത് ഒരെണ്ണം പോലും സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയാനില്ലാത്ത അവസ്ഥയിൽ വെറുതെ ഇങ്ങനെ ഒരു റൂമർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാകിസ്ഥാന്റെ വാക്കും കേട്ട് ഇതുപോലെ പ്രവർത്തിക്കുന്ന സംഘടന പാർഷ്യാലിറ്റി കാണിക്കുന്ന രീതിയിൽ ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ട്. കാരണം തെളിവില്ല, നോ പ്രൂഫ്, വിത്തൌട്ട് എവിഡൻസിൽ ഒരു ഫേക്ക് നറേറ്റീവ് സൃഷ്ടിക്കുകയാണെന്നുള്ളതാണ് ഇന്ത്യയുടെ വാദം. ഇന്ത്യ അതിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇതേപോലെ പാകിസ്ഥാന്റെ ഉള്ളിൽ ബലൂചിസ്ഥാൻ തീവ്രവാദം എവിടെ നടക്കുന്നു നോക്കൂ. അതായത് ബലൂചിസ്ഥാൻ മേഖലയിൽ കാഡ്ഗാപ്പ്, മുസ്താങ് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിൽ കാഡ്ഗാപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ ലേവീസ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പൊ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ അവിടെ നിന്ന് ഒരുപാട് പേരുടെ ഡേറ്റ അവരെടുത്തോണ്ട് പോയിട്ടുണ്ട്. നാഷണൽ ഡേറ്റാബേസ് ആൻഡ് രജിസ്ട്രേഷൻ അതോറിറ്റി ഈ ഒരു സ്ഥാപനത്തിലുള്ള കംപ്ലീറ്റ് ഡേറ്റയും മോട്ടിച്ചോണ്ട് പോയിട്ടുണ്ട്. അവിടെ പണിയെടുത്തുകൊണ്ടിരുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു തീവ്രവാദ ആക്രമണം ഇന്നലെ പാകിസ്ഥാന്റെ ഉള്ളിൽ നടന്നതാണ്. ഈ രീതിയിൽ തീവ്രവാദം വളർത്തിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനാണ് നൊബൽ പ്രൈസിന് വേണ്ടിയിട്ടൊക്കെ ആൾക്കാരെ സജസ്റ്റ് ചെയ്യുന്നത്. വളരെ നല്ല കാര്യമാണ്. അതേപോലെ ഒരു വിഷയം കൂടെ പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാം. ബംഗ്ലാദേശില്, അതായത് പ്രോ ISI അറിയാമല്ലോ, പാകിസ്ഥാന്റെ ഇന്റലിജൻസ് യൂണിറ്റ്, പാകിസ്ഥാന്റെ ഇന്റലിജൻസ് യൂണിറ്റ് ആണ് ISI എന്ന് പറയുന്നത്. ആ ISIയിൽ പ്രോ ISI ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് സാഹിറുൽ ആലം. ലെഫ്റ്റനന്റ് ജനറൽ എന്ന് പറഞ്ഞ പോസ്റ്റിംഗിലുള്ള സാഹിറുൽ ആലമാണ് ബംഗ്ലാദേശിന്റെ NSA ആയിട്ട് ഇപ്പൊ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ അജിത് ഡോവൽ പോലത്തെ പൊസിഷനിൽ പ്രോ ISI ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ബംഗ്ലാദേശിന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി എന്തെല്ലാം കോലാഹലങ്ങൾ, ഇനി ഇപ്പൊ ഇയാള് പുതുതായിട്ട് അപ്പോയിന്റ്മെന്റ് ആകുമ്പോഴത്തേക്കും കുറച്ച് അഗ്രസീവ്നെസ് ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഇന്ത്യക്കുള്ളിൽ ചെയ്ത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ത്വരയുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ കുറച്ച് കരുതിയിരിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ
ചില നുഴഞ്ഞുകയറ്റക്കാരന്മാരെയൊക്കെ കയറ്റി വിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും കുറേ സമഗ്രമായ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നോക്കിയത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.